വാർദ്ധക്യകാലത്തെ സൗഹൃദപൂർണവും സജീവവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മയുടെ 1-ാം വാർഷികം ആഘോഷിച്ചു. ലീഷർലാൻഡ് ഹെൽത്ത് ക്ലബ് അങ്കണത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ അഡ്വക്കേറ്റ് ലാസർ താണിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാപിത കമ്മിറ്റി അംഗം നെപ്പോ ചിറമ്മൽ, സെക്രട്ടറി ജോസ് വല്ലപ്പാടി, ഫാദർ ജോസഫ് ബ്രഹ്മകുളം, പഞ്ചായത്ത് അംഗം സോജിയ പിൻഡോ, ജോസി ജോണി, ബൈജു ഇമാനുവൽ, ആത്രയ ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്രണ്ട് മിനി ആൻഡോ, റോസ്മേരി എന്നിവർ സന്നിഹിതരായി. വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും ചടങ്ങിൽ വെച്ച് നടന്നു. നാടൻ പാട്ടും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. പല കുടുംബങ്ങളിൽ നിന്നും താമസിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും വാർദ്ധക്യം എന്ന് നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വാർദ്ധക്യമല്ല, കൂട്ടായ ഈ സംരംഭത്തിൽ ഒത്തുകൂടാനും പല കുടുംബങ്ങളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സുഖവും ദുഃഖവും പങ്കുവയ്ക്കാനും കൂടുതൽ ഒത്തുചേരലിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇതിന്റെ സംഘാടക പ്രവർത്തകർക്ക് ആദ്യമായി ഞാൻ എൻ്റെ നന്ദിയും കടപ്പാട് അറിയിച്ചു കൊള്ളട്ടെ. കാരണം പല കുടുംബങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന കുടുംബാംഗങ്ങളുണ്ട്, സുഖവും ദുഃഖവും അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. ഒരു വാർദ്ധക്യം ബാധിച്ച് അല്ലെങ്കിൽ സുഖമില്ലാതെ കിടക്കുന്ന അതിന് പ്രായ വ്യത്യാസങ്ങളില്ല. ആ കുടുംബങ്ങളിൽ ചെന്ന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ലക്ഷങ്ങളോ പാരിതോഷികങ്ങളോ അല്ലെങ്കിൽ കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുന്നതിന് ഏറ്റവും വലിയ സംതൃപ്തി അവരെ വെറുതെ ഒന്ന് തൊട്ടു തലോടിക്കൊണ്ട് അവരോട് 2 വാക്കുകൾ പറഞ്ഞ് പോരുന്നതാണെന്ന് എന്റെ അനുഭവത്തിൽ കൂടി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രായമായിട്ടുള്ളവരുടെ കൂട്ടായ്മകൾ ഇതിനകം തന്നെ കുറച്ച് എനിക്ക് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ കീഴിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പല പല സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ കൂട്ടായ്മകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് സന്തോഷമാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന തുരുത്തുകളിൽ നിന്നും അവരെ ഒരു സംഘാടനത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട് അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനും അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ ചെറുതോ വലുതോ ആയ കാര്യപരിപാടികളിലൂടെ നിവർത്തിക്കാനും അവർക്ക് കഴിയുന്നത് എന്തുകൊണ്ടും സന്തോഷം ഉള്ളത് കൊണ്ട് അവർക്ക് ഒരുമിച്ച് കൂടുന്നത് വലിയ ആനന്ദത്തിന് കാരണമാകുന്ന കാര്യമാണ്. അവർക്കും സംഘടിപ്പിക്കുന്നവർക്കും ഒരു കുടുംബം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനോട് ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് ഒരു കുടുംബം പോലെ വളരെ സന്തോഷത്തിൽ എല്ലാവരും ആയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കർമ്മപരിപാടികളും അതുപോലെ തന്നെ ആസൂത്രണങ്ങളൊക്കെ ഈ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംരംഭം വഴി നിങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനിയും ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വായിക്കുകയുണ്ടായി. എല്ലാത്തിനും എല്ലാ ആശംസകളും നേരുകയാണ്. ആദ്യമേ തന്നെ ഞാൻ വലിയ ആശംസകൾ പറയുന്നില്ല. എനിക്ക് എൻ്റെ ജീവിതത്തില് എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അമ്മാമ്മയാണ്. അമ്മാമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ അമ്മയാണ് അമ്മാമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മാമ്മേനെ. കഴിഞ്ഞ ഡിസംബറിൽ അമ്മാമ്മ മരിച്ചുപോയി. പെട്ടെന്ന് ഒരു ആര് കയറിയതാണ്, അങ്ങനെ അമ്മാമ്മ മരിച്ചുപോയി. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ എല്ലാ വെക്കേഷനും അമ്മാമ്മയുടെ അടുത്തേക്ക് പോകും. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകാറില്ല, കാരണം ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാറില്ല, അമ്മയുടെ വീട്ടിൽ പോകാറില്ല. അമ്മാമ്മ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ചു നേരം അമ്മയുടെ കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കാറുണ്ട്. ആ നിമിഷങ്ങളൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഒരുപാട് അനുഭവജ്ഞാനുള്ളവരാണ് നമ്മളെല്ലാം. ഞാനില്ല, നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ്. അപ്പോ അതിൻ്റെതായ എല്ലാ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. സന്ദർശിച്ച് അവരിലേറെ പേരുടെയും ആഗ്രഹപ്രകാരം പ്രായമായവരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാമെന്ന ആശയത്തിന്മേൽ ഗോൾഡൻ ഏജ് കെയർ എന്ന പേരിൽ ഈ വയോജന കൂട്ടായ്മ രൂപീകരിച്ചു. 2025 ഫെബ്രുവരി 23 ലിഷർലാൻഡ് ഹെൽത്ത് ക്ലബിൽ വെച്ച് വെണ്ടൂർ സെന്റ് മേരീസ് പള്ളി വികാരി റവറന്റ് ഫാദർ അഡ്വക്കേറ്റ് ലാസർ താണിക്കലിന്റെ അധ്യക്ഷതയിൽ ക്രിസ് ഗോൾഡ് സംഘടനയുടെ രൂപതാ ഡയറക്ടറും കണ്ണാറ സെന്റ് ജോസഫ് പള്ളി വികാരിയുമായ റവറന്റ് ഫാദർ വർഗീസ് കരിപ്പേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കുറേ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. മെഡിക്കൽ ക്യാമ്പുകൾ,
ആരോഗ്യരംഗത്തെ വിവിധ മേഖലയിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ ബോധവൽക്കരണ ക്ലാസുകൾ, മാനസികോല്ലാസത്തിനായി വിനോദ പരിപാടികൾ, കലാസദസ്സുകൾ, വിനോദയാത്രകൾ തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിനകം നടത്തി കഴിഞ്ഞു. ഗോൾഡൻ ഏജ് കെയർ വെറും ഒരു സംഗമ കേന്ദ്രമല്ല, ജീവിക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. പ്രതിജ്ഞാബദ്ധരായ ഒരു കൂട്ടം മനുഷ്യ സ്നേഹികൾ ഒന്നിച്ചപ്പോൾ ലിഷർലാൻഡ് ഹെൽത്ത് ക്ലബിന്റെ പേരിൽ ഒരു മഹാപ്രസ്ഥാനത്തിന് തിരിതെളിഞ്ഞു.